അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 41-42 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ തീർച്ചയായും അൽ മുത്തഖീന ഭക്തന്മാർ ഫീ ലിലാലിൻ തണലുകളിലാണ്, വ ഉയൂൻ അരുവികളിലും, വ ഫവാക്കിഹ പഴങ്ങളുമായി, മിമ്മ യസ്തഹൂൻ അവർ ആഗ്രഹിക്കുന്ന. തീർച്ചയായും ഭക്തന്മാർ അന്ന് തണലുകളിലും അരുവികളിലുമാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫലങ്ങൾ അവിടെ ലഭിക്കും. മുക്കദ്ദിബീങ്ങൾക്ക് തള്ളിക്കളയുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു ഈ സൂറത്തിൽ അത്യാവശ്യം വിശദമായി പ്രതിപാദിച്ചു. ഇവിടെ മുത്തഖികൾക്ക് അഥവാ പരലോകത്തെ തള്ളിപ്പറയാതെ അത് അംഗീകരിച്ച് അത് ഉൾക്കൊണ്ട് അതിനുവേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തുന്ന ഭക്തന്മാർക്ക്, തഖ്വയുള്ളവർക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ചും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. തഖ്വയുള്ളവരാണ് മുത്തഖികൾ. ആ മുത്തഖികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ലിലാലാണ്. ലിലാൽ തണൽ. നേരത്തെ സത്യനിഷേധികളോട് ഇൻത്വലിഖു ഇലാ ലിലിൻ ദി സലാസി ശുഅബ് എന്ന് പറഞ്ഞത് ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അവിടെയും തണലാണ് പരാമർശിച്ചത്. പക്ഷേ ആ തണൽ കരിമ്പുകയുടെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന തണലാണെങ്കിൽ, വലിയ ചൂടുള്ള പ്രയാസകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നതാണെങ്കിൽ ഈ തണൽ ഏറ്റവും സുഖദായകമാണ്, ആശ്വാസകരമാണ്. സ്വർഗത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും അടയാളമാണ് ഈ തണൽ. ഈ തണലിൽ മുത്തഖികൾ വിശ്രമിക്കും. തീർന്നില്ല, ഉയൂൻ അവർക്ക് അരുവികളും ലഭിക്കും. എല്ലാ നിലക്കും അവർക്ക് സൗഭാഗ്യമായിരിക്കും. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 15-ാം സൂക്തത്തിൽ സ്വർഗത്തിലെ വ്യത്യസ്ത നദികളെക്കുറിച്ച് പറയുന്നുണ്ട്. മസലുൽ ജന്ന അല്ലത്തി വഇദൽ മുത്തഖൂൻ, ഭക്ത ജനത്തിന് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ സ്ഥിതി. ഫീഹ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, അതിൽ കലർപ്പില്ലാത്ത തെളിനീരരുവികളുണ്ട്. വൻഹാറും മിൻ ലബൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം ഒട്ടുമില്ലാത്ത പാലൊഴുകും പുഴകളുണ്ട്. വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യനദികളുണ്ട്. വൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനരുവികളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്തരം വ്യത്യസ്തങ്ങളായ നദികൾ ഒരു വശത്ത് കുടിക്കാൻ, മറുവശത്ത് അതിൻ്റെ ഏറ്റവും സ്വച്ഛന്ത ശീതളമായ കാലാവസ്ഥ അനുഭവിക്കാൻ, ചാരെ ഇരിക്കാൻ, സമയം ചെലവഴിക്കാൻ, എല്ലാറ്റിനും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയായ നദികൾ അവർക്കുണ്ടായിരിക്കും. പിന്നെയോ അവർ കൊതിക്കുന്ന സകല പഴങ്ങളും അവിടെ ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ ലഭിക്കുന്ന വ്യത്യസ്ത പഴങ്ങളെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. അതിലൊന്ന് മുന്തിരിയാണ്, മറ്റൊന്ന് റുമ്മാനാണ്, പിന്നെയൊന്ന് നെഹ്ലിൽ നിന്ന് ലഭിക്കുന്ന, ഈത്തപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ഈത്തപ്പഴമാണ്. 78-ാം അധ്യായം സൂറത്തു നബയിലെ 32-ാമത്തെ ആയത്തിൽ ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖികൾക്കാണ് വിജയം. ഹദായിഖ വഅനാബ, അവിടെ തോട്ടങ്ങളുണ്ട്, മുന്തിരികളുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഫവാക്കി ആണ് മുത്തഖികൾക്ക് എന്ന് മൊത്തത്തിൽ പറഞ്ഞപ്പോൾ അവിടെ മുത്തഖികൾക്ക് ഇനബ്, മുന്തിരി ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 55-ാം അധ്യായം സൂറത്തു റഹ്മാനിലെ 68-ാമത്തെ സൂക്തത്തിൽ ഫീഹിമ ഫാക്കിഹത്തും വനഖലും വറുമ്മാൻ, അവിടെ പഴമുണ്ട്, ഈന്തപ്പനയുണ്ട്, ഉറുമാൻ പഴമുണ്ട് എന്ന് പറയുന്നുണ്ട്. നേരത്തെ സ്വർഗീയ നദികളെ കുറിച്ച് പരാമർശിച്ച ആ സൂക്തത്തിന്റെ തന്നെ തുടർച്ചയായി വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് അവിടെ എല്ലാ തരം പഴങ്ങളും ലഭിക്കും എന്നും ഖുർആനിൽ പറയുന്നത് കാണാൻ കഴിയും. സുഖ സൗകര്യങ്ങളുടെ, സന്തോഷാനുഭൂതികളുടെ, ആസ്വാദനത്തിന്റെ, കൊതിച്ചതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. അത് ലഭിക്കുന്നത് മുത്തഖികൾക്കാണ് എന്നാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഇന്ന നൂന് ഇരട്ടിച്ചു വന്ന് മണിക്കുക. ലിലാലിംവ, ലാമിന് തൻവീൻ ശേഷം വാവ്, സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. മിമ്മ, മീമ് ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, വഫവാകിഹ മിമ്മാ യശ്ത
يشتهون وفواكه مما يشتهون. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ.